Welcome dear students to my next class. Today we shall discuss about the topic scope of managerial economics. Scope of managerial economics consists of demand analysis, cost and production analysis, pricing policies, study of market, profit management, capital budgeting, inventory management, linear programming and game theories, environmental issues, business cycle. They are explained as follows. First one, the scope of managerial economics consists of the main and important one is demand analysis and forecasting. Demand analysis and forecasting. We have produced goods to be sold in the market, but the production depends upon the demand on the goods and services. For analyzing the demand, the management applies demand theory. The demand theory explains the consumer's behavior. Demand theory helps in forecasting the future demand. ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫേം അതിനകത്ത് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ആ പ്രൊഡക്ഷൻ നടത്തുന്നത് നമ്മൾ വെറുതെ അല്ല നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്, അത് മാർക്കറ്റ് ചെയ്യണം അല്ലേ, നമുക്ക് സെയിൽ ചെയ്യണം. അത് സെയിൽ ചെയ്താലാണ് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിൽക്കാനാണ്. പക്ഷേ നമ്മൾ എപ്പോഴും പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഗുഡ്സിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ. ഈ ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നതിന് നമുക്ക് ഡിമാൻഡ് തിയറിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡിമാൻഡ് തിയറി. ഡിമാൻഡ് തിയറി എക്സ്പ്ലെയിൻസ് ദ കൺസ്യൂമേഴ്സ് ബിഹേവിയർ. ഒരു കൺസ്യൂമറിന്റെ ബൈയിങ് പ്രോസസ്സിലെ അയാളുടെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ഡിമാൻഡ് തിയറി. അപ്പോൾ ഡിമാൻഡ് തിയറിയാണ് ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. വി ഹാവ് ടു അണ്ടർടേക്ക് പ്രൊഡക്ഷൻ ഓൺലി ഓൺ ദ ഡിമാൻഡ് ഫ്രം ദ കൺസ്യൂമർ. ഫോർ അനലൈസിംഗ് the demand, we have to conduct demand theory. Demand theory explains the consumer behavior while purchasing the goods and services. Then the next scope consists of cost and production analysis. Cost and production analysis are also useful in managerial economics. The theory of production is also known as theory of work. The production theory explains the various factors which causes variations in cost. Cost analysis is useful for profit planning and cost control. ഇപ്പോൾ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്, നമുക്കറിയാം ഒരു ഫേമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് പ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തിയറി ഓഫ് ഫേം എന്നാണ് നമ്മൾ പറയുക. ഫേമിൻ്റെ തിയറിയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ പ്രൊഡക്ഷൻ തിയറിയിൽ പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള 4 കോമ്പോണൻസ് ആണ് ഉള്ളത്. ഇതാണ് ഈ 4 കോമ്പോണൻസ് ഓഫ് പ്രൊഡക്ഷൻ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. What are the 4 factors of production or components of production? Land, labor, capital and organization. അപ്പോൾ ഈ ഓരോ ഫാക്ടേഴ്സിലും എത്രമാത്രം ചേഞ്ച് വരുമ്പോൾ എത്രമാത്രം അത് വേരിയേഷൻസ് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷനിലെ ഫാക്ടറിൽ വരുന്ന മാറ്റങ്ങൾ എത്രമാത്രം അത് കോസ്റ്റുമായിട്ട് വേരി ചെയ്യുന്നു, കോസ്റ്റിൽ എത്രമാത്രം വേരിയേഷൻ ഓരോ ഫാക്ടറും ഉണ്ടാക്കുന്നു, അതാണ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസിനകത്ത് പറയുന്നത്. Next one, pricing policy. Pricing policy is one of the important element of managerial economics. Pricing is the process of fixing price of a product. The price determines the success or failure of a business concern. We have to fix price under different market condition. ദെൻ പ്രൈസിങ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൈസിങ് എന്ന് പറയും. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ആർ എവേ ഫ്രം അവർ പ്രോഡക്റ്റ് അല്ലേ, നമ്മുടെ അടുത്ത് നിന്ന് കസ്റ്റമേഴ്സ് മാറി വേറെ ആളുകളുടെ അടുത്ത് പോയി വാങ്ങും. ഇനി നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് ടു ലോ ആണെങ്കിൽ വി കാൻ മീറ്റ് അവർ നീഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എപ്പോഴും നല്ല ഒരു ഐഡിയൽ ഫോമിൽ വേണം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു മോർ, ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ലോ, ഇറ്റ് ഷുഡ് ബി ഫിക്സഡ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ.
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കവർ ചെയ്ത് ഒരു പ്രോഫിറ്റ് കിട്ടുന്ന വിധത്തിൽ വേണം എപ്പോഴും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ. മാത്രമല്ല ദ പ്രൈസിങ് ഷുഡ് ബി ഡൺ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻ. ഒരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം, മാർക്കറ്റിലെ ഒരു സിറ്റുവേഷൻസ് നോക്കിയിട്ട് വേണം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം, അതുപോലെ തന്നെ പലതരം പ്രൈസിങ്, അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും. ദ നെക്സ്റ്റ് വൺ, സ്റ്റഡി ഓഫ് മാർക്കറ്റ്. Study of market is a part of managerial economics because markets are always changing. The manager should offer products only in the market where he will get maximum sales. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കില്ല, അതിങ്ങനെ എവർ ചേഞ്ചിങ് ആണ്. അതിലെ കൺസ്യൂമേഴ്സ്, മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്. ദ കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഗോ എവറി ടൈം അല്ലേ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം മാർക്കറ്റ്. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, കൺസ്യൂമേഴ്സിൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ. എപ്പോഴും നമ്മൾ മാർക്കറ്റ് എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. The next one, profit management. The most important aim of business concern is to make profit. But the profit is uncertain due to the uncertainties existing in the future. We can't predict the future cost and revenue. ദിസ് ഈസ് പ്രോഫിറ്റ് മാനേജ്മെന്റ്. ബിസിനസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇസ് ടു മേക്ക് പ്രോഫിറ്റ് ആണ്. പക്ഷെ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാവോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ. നോ വൺ ക്യാൻ പ്രെഡിക്റ്റ് ഫ്യൂച്ചർ. കാരണം ഫ്യൂച്ചർ എന്താവുമെന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് കോസ്റ്റ് കൂടുവോ, പ്രോഫിറ്റ് റവന്യൂ കുറയോ, നമുക്കൊന്നും തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കോമ്പറ്റേറ്റേഴ്സ് വരുമോ, നമ്മുടെ പ്രൊഡക്ട്സ് ഇടിഞ്ഞു പോവോ, അല്ലെങ്കിൽ ഇക്കണോമിക്കൽ കണ്ടീഷൻസ് അൺഫേവറബിൾ ആവുമോ, ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുമോ, വി കാൻ പ്രെഡിക്റ്റ് എനി അതർ തിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. ദ മാനേജ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഇൻ മാനേജീരിയൽ ഇക്കണോമിക്സ്. Then the next one is capital budgeting. Capital budgeting means it is the foundation of every business. Capital is the money needed for starting a business. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മണിയാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഈസ് വൺ ഓഫ് ദി സ്കേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. വളരെ സ്കേഴ്സ് ആയിട്ടുള്ള, കിട്ടാനില്ലാത്ത അല്ലെ മണി എന്ന് പറയുന്നത് വളരെ സ്കേഴ്സ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അലോക്കേഷൻ ആൻഡ് മാനേജ്മെന്റ് ഈസ് ഓൾസോ important for the manager. The manager has to choose most profitable investment project. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നമുക്ക് ഈസിലി ചീപ്പായിട്ട് എവിടെ നിന്നാണ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുക, അതാണ് ഒരു മാനേജർ നോക്കേണ്ടത്. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുമ്പോൾ ഒരു മാനേജർ നോക്കേണ്ട കാര്യം എവിടെ നിന്ന് നമുക്ക് വയബിൾ ആയിട്ട്, പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാം. The next one, inventory management. The inventory means stock. The stock should be kept at minimum. It should not be too much and it should not be too low. നമ്മൾ എപ്പോഴും ഇൻവെൻ്ററി അല്ലെങ്കിൽ സ്റ്റോക്ക്, ചരക്കുകളൊക്കെ എപ്പോഴും മിനിമം ആണ് നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആഡിക്വേറ്റ് ആണ് നമ്മൾ സൂക്ഷിക്കാനായിട്ട് പാടുള്ളൂ. ഒപ്റ്റിമം മാനറിലാണ് നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളൂ. ഇത് അധികമായിട്ടും കുറവായിട്ടും നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല. ഇഫ് ഇറ്റ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ടു മച്ച്, നമ്മൾ ഒരുപാട് സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് വെറുതെ അല്ലെ വേസ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അത് ചിലവാവുകയുമില്ല, അതിലെ ഡിറ്റീരിയോറേഷൻ, അതുപോലെ തന്നെ ഒരുപാട് സ്ക്രാപ്പ്, അങ്ങനെ ഒരുപാട് അത് ഇരുന്ന് അത് നശിച്ചു പോകാനും അങ്ങനെയുള്ള ചാൻസസ് ഒരുപാടാണ്. അതേസമയം ഇത് ടു ലോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ, സ്റ്റോക്സ് വളരെ കുറവായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വി കാൺട്ട് മീറ്റ് അവർ റിക്വയർമെൻറ്റ്സ്. നമുക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ എടുത്ത് കൊടുക്കാൻ പോലും സ്റ്റോക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഷുഡ് ബി കെപ്റ്റ് അറ്റ് ആൻ ഒപ്റ്റിമം മാനർ, മിനിമം മാനർ ഓർ ആഡിക്വേറ്റ് മാനർ. Then the next one is linear programming and game theories. Linear programming and game theories are the mathematical models. These are used to solve some business പ്രോബ്ലംസ്. ബിസിനസ്സിലെ ഡിസിഷൻസ് എടുക്കാനോ അല്ലെങ്കിൽ ബിസിനസ്സിലെ എന്തെങ്കിലും സൊല്യൂഷൻസ്, പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഗെയിം തിയറി. ദിസ് ആർ യൂസ്ഡ് ടു സോൾവ് ദ ബിസിനസ് പ്രോബ്ലം ഓർ ടു ടേക്ക് ഡിസിഷൻസ്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട.
The next one, environmental issues. Some environmental issues are a part of managerial economics. The environmental issues are social conditions, political condition, economical condition, cultural condition, etc. are a part of managerial economics. എൻവയോൺമെന്റിലെ ചില മാറ്റങ്ങൾ സോഷ്യൽ ആവാം, പൊളിറ്റിക്കൽ ആവാം, ഇക്കണോമിക്കൽ ആവാം, അങ്ങനെയുള്ളതെല്ലാം തന്നെ മാനേജീരിയൽ ഇക്കണോമിക്സിന്റെ ഒരു ഭാഗമാണ്. കാരണം ഇതിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ് ഫേമിനെ അഫക്റ്റ് ചെയ്യും. സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും ഇക്കണോമിക്കലായിട്ടും വരുന്ന കണ്ടീഷൻസ് നമ്മുടെ ബിസിനസ് ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, ബിസിനസ് സൈക്കിൾ. ദർ ആർ സം റെഗുലർ ഫ്ലക്ച്വേഷൻസ് ഇൻ അവർ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ ഉണ്ടാവും. റെഗുലർ ആയിട്ടുള്ള പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ബിസിനസ് സൈക്കിൾസ് എന്ന് പറയാം. ഈ ബിസിനസ് സൈക്കിള് ഡിപ്രഷൻ, റിക്കവറി, പ്രോസ്പെരിറ്റി, ബൂം, റിസഷൻ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ലേറ്റർ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.